നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളും അന്വേഷണങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കുടുംബവും CPIM-ഉം കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. എക്സാലോജിക് എന്ന കമ്പനിക്ക് പുറമെ വീണ വിജയന് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനവും വലിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 വർഷം മുൻപ് തുടങ്ങിയ ഈ സ്ഥാപനം പ്രാദേശിക പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം പുറത്തു വന്നതോടെ അന്വേഷണ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കേവലം 1 മാസം മുൻപ് മാത്രമാണ് ഈ കമ്പനി ഒളവണ്ണ പഞ്ചായത്തിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയത്. എന്നാൽ സമർപ്പിച്ച രേഖകളിലെ ഗുരുതരമായ പൊരുത്തക്കേടുകൾ കാരണം പഞ്ചായത്ത് ഈ അപേക്ഷ തള്ളുകയായിരുന്നു. കമ്പനി രേഖകളിൽ ഉടമസ്ഥരായി ടി വീണയുടെയും ഡോക്ടർ അനീസ് കോടമ്പ്യത്തിന്റെയും പേരുകളാണുള്ളത്. എന്നാൽ വാടക കരാറിൽ അനീസിന്റെ പേര് മാത്രമാണുള്ളതെന്നും വീണയുടെ പേര് കൂടി ഉൾപ്പെടുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. അന്വേഷണം തങ്ങളിലേക്ക് നീളുന്നുവെന്ന് കണ്ടപ്പോൾ രേഖകൾ പെട്ടെന്ന് ക്രമപ്പെടുത്താൻ നടത്തിയ തട്ടിക്കൂട്ടൽ നീക്കമായിരുന്നു ഇതെന്ന് വ്യക്തമാണ്. തന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഈ കമ്പനിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രിയായിരുന്ന കാലത്ത് മുഹമ്മദ് റിയാസ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ലൈസൻസ് പോലും ഇല്ലാത്ത ഒരു വ്യാജ സ്ഥാപനത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഔദ്യോഗിക രേഖകളിൽ കാണിക്കുക എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. മറുഭാഗത്ത് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വേഗത്തിലാക്കിയിട്ടുമുണ്ട്. മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുമായുള്ള വീണയുടെ പണമിടപാടുകളിലേക്കാണ് ED ഇപ്പോൾ കടന്നിരിക്കുന്നത്. റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളും ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയുമാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വീണ വിജയന് ചോദ്യം ചെയ്യലിനായി സമൻസ് അയക്കാനും അവർക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നു. ഇവിടെയാണ് മുൻപുയർന്ന ചില ഗുരുതര ആരോപണങ്ങൾ വീണ്ടും പ്രസക്തമാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സ്വർണ്ണക്കടത്ത് കേസ് വിവാദമായ സമയത്ത് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ വീണ്ടും പോവുകയാണ്. എല്ലാത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ വീണ വിജയനാണെന്നും വിദേശത്തേക്ക് കറൻസി കടത്തിയതിലും ഹവാല ഇടപാടുകളിലും ഷാർജയിൽ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയതിലും ഈ കുടുംബത്തിന് പങ്കുണ്ടെന്നുമാണ് സ്വപ്ന അന്ന് ആരോപിച്ചിരുന്നത്. അന്ന് ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ പ്രതികരിക്കാനോ പിണറായി വിജയൻ തയ്യാറായിരുന്നുമില്ല. എന്നാൽ ഇന്ന് പുറത്തുവരുന്ന ഓരോ തെളിവുകളും ലിങ്ക് ചെയ്യുമ്പോൾ അന്ന് സ്വപ്ന പറഞ്ഞ കാര്യങ്ങളിൽ വലിയൊരു പങ്ക് ശരിയായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരുന്നു. ഇതിനെല്ലാം പുറമെ കേസിൽ വഴിത്തിരിവാകുന്നത് സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തിയ ഡയറികളാണ്. കർത്തായുടെ ഡയറിയിൽ തുടങ്ങി ഇപ്പോൾ വീണയുടെയും സഹപ്രവർത്തകരുടെയും കുറിപ്പുകളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഓരോ സാമ്പത്തിക തിരിമറിയുടെയും വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടാക്കുന്ന പുകിലുകൾ കണ്ട് ഇനി ആരൊക്കെ തങ്ങളുടെ ഡയറികൾ നശിപ്പിക്കുമോ എന്ന് കണ്ടറിയണം. ഇത്രയധികം സാമ്പത്തിക ക്രമക്കേടുകൾ ED പുറത്തുവിട്ടിട്ടും തെളിവുകളെല്ലാം നിരത്തിയിട്ടും തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPIM ഈ കുടുംബത്തെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനും നെട്ടോട്ടമോടുകയാണ്. കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. അച്ഛൻ മുഖ്യമന്ത്രിയും ഭർത്താവും മന്ത്രിയുമായി ഭരണം നടത്തിയ കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സാമ്പത്തിക സാമ്രാജ്യത്തെ സാധാരണക്കാരായ തൊഴിലാളികളെ അണിനിരത്തി ന്യായീകരിക്കാൻ നോക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. റുമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെ വീഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് സ്വന്തം കുടുംബത്തിന്റെയും നേതാക്കളുടെയും തട്ടിപ്പുകളെ രക്ഷിക്കാൻ പാർട്ടി മിഷനറിയെ മുഴുവൻ ഉപയോഗിക്കുന്നത്. എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും സാമ്പത്തിക തട്ടിപ്പുകളുടെയും ലൈസൻസ് ഇല്ലാത്ത കമ്പനികളുടെയും വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുന്നുമുണ്ട്.